എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു സ്റ്റോറിയോടുകൂടി ആരംഭിക്കാം. സ്റ്റോറി മാത്സുമായി ബന്ധപ്പെട്ടതല്ല, ഒരു കഥ പറയണു. ഒരു ഫിഷർമാൻ ഉണ്ടായിരുന്നു. അതുപോലെ അയാളുടെ വൈഫ്. ദേ ആർ പുവർ, ഭയങ്കര പാവപ്പെട്ടവരായിരുന്നു. എന്നും ഈ ഫിഷർമാൻ്റെ വൈഫ് ഇയാളെ ചീത്ത പറയും, നിങ്ങൾ പൈസയൊന്നും കൊണ്ടുവരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ദിവസം മീൻ പിടിക്കാൻ പോണ സമയത്ത് ഫിഷർമാൻ്റെ വൈഫ് പറയും, ഇന്ന് നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യാനുള്ള വിറക് കൊണ്ടുവന്നില്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യില്ല, ആയതുകൊണ്ട് അത് കൊണ്ടുവന്നേ പറ്റൂ എന്ന് പറയും. അങ്ങനെ വിഷമിച്ച് ഈ ഫിഷർമാൻ കടലിലോട്ട് പോകും. കടലിൽ നിന്ന് മീൻ പിടിച്ച് അത് വിറ്റിട്ട് വേണം വിറക് വാങ്ങിക്കാൻ. കഷ്ടകാലത്തിന് ഫിഷർമാൻ അന്ന് മത്സ്യമൊന്നും ലഭിച്ചില്ല. അയാൾ വളരെ നിരാശയോട് കൂടിയിട്ട് തിരിച്ചു പോരാൻ നിൽക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അയാൾ വലയെടുത്ത സമയത്ത് അതിലെ ഒരു മീൻ കിടന്ന് പടയണം, ഒരു ഗോൾഡ് ഫിഷ് പോലത്തെ. അപ്പം അയാൾ അതിനെയും പിടിച്ചു. ഒരെണ്ണം കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് തൻ്റെ വഞ്ചിയിലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും നീങ്ങിയപ്പോൾ ഫിഷ് പറഞ്ഞു, എന്നെ ദയവ് ഇത് കൊണ്ടുപോകരുത്, എന്നെ വെള്ളത്തിൽ എന്നെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. ഫിഷർമാൻ വെച്ചിട്ടുണ്ടെങ്കിലോ ഇത് വിറ്റിട്ട് പൈസ കിട്ടിയിട്ട് വേണം വിറക് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ വീട്ടിൽ ചെന്നാൽ വൈഫ് ചീത്ത പറയും. പക്ഷേ ഫിഷ് പറഞ്ഞു, എന്നെ നിങ്ങളിപ്പോൾ ഇവിടുന്ന് എന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നടത്തി തരാമെന്ന് പറയും. ഇത് കേട്ടപ്പോൾ ഫിഷർമാന് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഫിഷർമാൻ ആ ഫിഷിനെ എവിടേക്ക് കളയും? കടലിലോട്ട് കളയും. ഫിഷ് ചോദിക്കും, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞു, എനിക്ക് വിറകുണ്ടായിരിക്കണം വീട്ടിൽ എന്ന് പറഞ്ഞു. ഞാൻ എത്തുമ്പോഴേക്കും വീട്ടിൽ വിറകുണ്ടാവണം എന്ന് പറഞ്ഞു. ധൈര്യമായിട്ട് പൊക്കോളെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലെത്തി ഇപ്പോൾ നോക്കുമ്പോൾ അവിടെ നിറച്ച് വിറക്. ഫിഷർമാനും ഫിഷർമാൻ്റെ വൈഫിനും വളരെ ഹാപ്പിയായി. അവസാനം ഫിഷർമാൻ്റെ വൈഫ് ചോദിച്ചു, ഇത് എന്താ സംഭവം ചോദിച്ചു. അപ്പോൾ ഫിഷർമാൻ നടന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭാര്യ ചീത്ത പറഞ്ഞു, ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് നിങ്ങൾ എന്താ പറയുക, വിറകാണോ ചോദിക്കണത്? വിറക് മാത്രം ഉണ്ടായി ജീവിക്കാൻ പറ്റുമോ? നമുക്ക് പലചരക്ക് വേണം, അല്ലേ? വീട് വേണം, നല്ല വീട് വേണം, സമ്പാദ്യം വേണം, ഇതൊക്കെ പോയി ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോ ദിവസം പോയിട്ട് നമ്മുടെ ഫിഷിനോട് ഇതൊക്കെ ചോദിക്കും. അങ്ങനെ ഈ ഫിഷർമാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഫിഷ് നടത്തി കൊടുത്തു. അങ്ങനെ ഒരു ദിവസം ചെന്നപ്പോൾ ഈ ഭാര്യ വീണ്ടും ശല്യപ്പെടുത്തി. പറഞ്ഞു, നമുക്ക് കുറച്ച് ഗോൾഡ് വേണം, അത് തരാൻ പറയാൻ പറഞ്ഞു. അതും ചെന്ന് പറഞ്ഞു, അതും സാധിച്ചു കൊടുത്തു. അങ്ങനെ ഫിഷർമാനും വൈഫും വളരെ റിച്ചായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീര പണക്കാരായി കഴിയുമ്പോൾ എന്താണെന്ന് അവർ കള്ളന്മാരെ ശല്യം വന്നു തുടങ്ങി വീട്ടിൽ ഭയങ്കരമായിട്ട്. അപ്പോൾ ഫിഷർമാൻ്റെ വൈഫിനെ പുതിയ ആശയം ഉദിച്ചു. പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമ്മുടെ വീട്ടിലേക്ക് ആരും വരാൻ പാടില്ല, നമ്മളെ കണ്ടാൽ അവർ പേടിച്ച് പോകണം, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കണം. അതായത് എന്തെങ്കിലും ഇവിടെ ഒരു പുറമേ നിന്ന് ആൾക്കാർ വന്നാൽ പേടിക്കുന്ന രീതിയിലൊരു സംഭവം ഉണ്ടാവണം അവിടെ, അല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യമൊക്കെ കള്ളന്മാർ എടുത്തു കൊണ്ടുവന്ന് പറഞ്ഞു. ഇത് നാളെ പോയിട്ട് ഫിഷിനോട് ചോദിക്കാൻ പറഞ്ഞു. ഇവർ കേൾക്കാത്ത പാതി ഫിഷർമാൻ നേരെ ചെന്നിട്ട് ഫിഷിനോട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലേക്ക് ആരും വരാൻ പാടില്ല, അതായത് വീട്ടിലൊക്കെ ആക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫിഷ് പറഞ്ഞു, അതെന്താ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളെന്ന് പറഞ്ഞു. ഫിഷർമാൻ വീട്ടിൽ എത്തി നോക്കുമ്പോൾ ഉണ്ട് വീടിൻ്റെ മുമ്പിൽ വലിയൊരു ഗോസ്റ്റ് ഇരിക്കുന്നു, ഒരു രാക്ഷസിയുടെ രൂപമായിട്ടുള്ളത്. ആദ്യം ഫിഷർമാനെ നോക്കി, കുറച്ച് സൂക്ഷിച്ച് നോക്കിയപ്പോഴേ തൻ്റെ വൈഫ് തന്നെയല്ലേ ആ രാക്ഷസി ആയിരിക്കണേന്ന് തോന്നി. സത്യത്തിൽ അതായിരുന്നു. അതായത് വൈഫ് രാക്ഷസിയായി, ഇനി രാക്ഷസീനെ പേടിച്ചിട്ട് വീട്ടിലേക്ക് വല്ലവരും വരുമോ? ആരും വരില്ലല്ലോ. അപ്പോൾ ഫിഷ് പറഞ്ഞ കാര്യം ഇവർ പറഞ്ഞ പോലെ ഫിഷ് ചെയ്തു. വീട്ടിലേക്ക് ഇനി ആരും വരില്ല, ഇവരെ പേടിച്ചിട്ട് ആരും വരില്ല. അങ്ങനെ ആ ഭാഗത്തേക്ക് ആരും വരാണ്ടായി, വീടിൻ്റെ ഭാഗത്തേക്ക് വരാണ്ടായി. ഈ വൈഫ് പറഞ്ഞു, ഇതാ ശരി, ഉടൻ തന്നെ പോയിട്ട് ഫിഷിനോട് പറയണം എൻ്റെ ശരിക്കുള്ള രൂപത്തിലേക്ക് ആക്കി തരാൻ പറയാൻ പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി വീണ്ടും ഫിഷർമാൻ കടലിലോട്ട് ഓടി ഫിഷിനെ വിളിച്ചു. ഈ പ്രാവശ്യം ഫിഷ് വിളി കേട്ടില്ല. കുറേ പ്രാവശ്യം വിളിച്ചു, വന്നില്ല. നിരാശനായിട്ട് നമ്മുടെ ഫിഷർമാൻ തിരിച്ചു പോയി ഭാര്യയോട് വിവരം പറഞ്ഞു. ആകെ ധർമ്മസങ്കടത്തിലായി
അതായത് നല്ലൊരു രൂപം ഉണ്ടായിരുന്നത് എന്തായി മാറി? രാക്ഷസിയായി മാറി. അവസാനം മരണം വരെ ആ രാക്ഷസ രൂപം പൂണ്ട് ജീവിക്കേണ്ടതായിട്ട് വന്നവർക്ക്. സ്വത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആരും അടുക്കാതെയും എല്ലാവരും ഒറ്റപ്പെട്ട് കഴിയേണ്ടതായിട്ട് വന്നു. ഇതാണ് നമ്മുടെ കഥ. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി കാര്യത്തിലോട്ട് കടക്കാം. ഓക്കെ, ഇപ്പം ഡെസിമൽ മൾട്ടിപ്ലിക്കേഷനിലോട്ട് കടക്കാമെന്ന്. ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ ഈസിയാണ്. ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാന്ന് പറഞ്ഞതേ ഇപ്പോൾ നമ്മൾ 3.5 എഴുതിക്കോളൂ. 3.5 into 5. 3.5 into 5. So you multiply this one. So to multiply the decimal, you multiply the number as it is. 35 into 5. You know how to multiply it. So 35 into 5. 5 5s are 25. Then 5 3s are 15 plus 2, 17. After the multiplication, you count the decimal place here. See, here only one place. You have to shift this place from the answer. That is, from the right side, you have to move it. Then put a 17.5. That's the answer. So, here you have only one place. That's why you shifted one place from the right side in the answer. So, you got 17.5. Okay. Once more. 1.2 into 1.2. See, 1.2 into 1.2. Actually, without decimal point, what is the value of 1.2 into 1.2? That is 12 into 12. 12 into 12, 144. Then count the decimal places. So here one place, here one place. Total 2 places. So you have to shift 2 places from right side. That is 1, 2. Now put the point here. That is 1.44. 1.44. Clear? So multiplication is very easy. No need of worrying about it. That is, multiply the number in the usual way. Then count the decimal places totally. Then shift that place from the right side. That's all. Okay. So division. There are different types, categories are there. Here 3.2 divided by 2. That is, the numerator part is only decimal form. Denominator is the integer. So to divide this number, you can simply do like this. That is 3.2 divided by 2. Now consider the first one. In 3, 2 is possible. How many times it will go? 1. 1 2s are 2. Right here. Then subtract 2 to 3, 1. Now what will you do? Now you have to write down the number like this, 12. But here you have to put decimal. Clear? So in 12, 2 how many times? 6 times. 6 12s are 12. Then subtract, you will get the answer 0. So 3.2 divided by 2 is equal to 1.6. 1.6. This usual procedure. The only thing that keep in mind is that don't forget to put the decimal place here. See, 1 2s are 2. Then 2 to 3, 1. Then write down the 2 here. So 12. In 12, 2 6 times. Clear? 6 2s are 12. Then put the decimal point here. That is 1.6. Okay. Next one, 4.5 divided by 3. 4.5 divided by 3. Clear? So 4.5 divided by 3. Okay. Then the usual way you can start. That is, in 4, 3 how many times? 1. So 1 3s are 3. Then 1.
Then write down 5. In 15, 3 how many times? 5 times. So 5 3s are 50. Okay. So 1.5 is the answer. 1.5 is the answer. So 4.5 divided by 3 is equal to 1.5. Okay. See, 2.25 divided by 2. 2.25. 2.25 divided by 2. So in 2, one time, that is 1 2s are 2. 0. Then put the decimal here. Again write down 2. In 2 how many times? 1 times. 1 2s are 2. Then 5. In 5, 2 how many times? 2 times. That is 2 2s are 4. Then again 1. It's not possible. So you have to add 0 here. 0. 10. 10 2 how many times? 5 times. So 5 2s are 10. Clear? So answer is 1.125. 1.125. Nothing more to say. Only you have to listen the decimal point. Clear? Here you have to put the decimal point. Don't forget it. Okay. Next one. .9 is equal to 5. 4.9 is equal divided by 5. 4.9 divided by 5. So 4.9 divided by 5. See, in 4, 5 is possible. Is it possible? No. So first of all you have to put the decimal here. Clear? It's not possible. So take 49 together. 49. In 49, how many times? 9 times. 9 times. So that is 9 5s are 45. Clear? Now 5 to 9, 4. Clear? Then again you have to put 0. It's not possible. So how many times? 8 times. 8 5s are 40. 8 5s are 40. So 0.98. 0. See, if there is nothing here, you can write 0. So 0.98. Okay. So write down these problems clearly and understand it. We can do it in another way, but you should learn how to do this problem in this way. This is a easy way. It can be done in the usual manner. The only thing is that don't forget to put the decimal point. That's all. All other steps are as in the case of normal division. Okay.